ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണല്ലോ ഇപ്പോഴത്തെ വലിയ വിഷയം. നമുക്കറിയാം NDAയുടെ സ്ഥാനാർത്ഥിയായ CP രാധാകൃഷ്ണനാണ് വോട്ടെടുപ്പിൽ ജയിച്ചത് 452 വോട്ടുകളോടുകൂടി ഉപരാഷ്ട്രപതിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും ദിവസം വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന കോൺഗ്രസിന്റെ ഇന്ത്യ സഖ്യത്തിൽ നിന്നും വോട്ട് ചോർന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ CP രാധാകൃഷ്ണൻ ജയിച്ചത്. അപ്പോ കോൺഗ്രസ് പറയുന്നത് ഇത് ധാർമ്മികതയുടെ ഒരു അധപതനമാണ് ഈ സംഭവിച്ചത്. അദ്ദേഹം അല്ലായിരുന്നു ജയിക്കേണ്ടത്, പകരം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായ സുദർശൻ റെഡ്ഡിയാണ് ധാർമ്മികപരമായി ജയിക്കേണ്ടത് എന്നാണ്. അപ്പൊ നമുക്ക് ആരാണ് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന സുദർശൻ റെഡ്ഡി? അദ്ദേഹമാണോ ധാർമ്മികപരമായി ജയിക്കേണ്ടത്? CP രാധാകൃഷ്ണൻ ആരാണ്? ഈ കേരളത്തിൽ രാഷ്ട്രീയമൊക്കെ നോക്കി ജീവിക്കുന്ന, ഇന്ത്യയുടെ ഭാഗമായിട്ട് ജീവിക്കുന്ന പൗരന്മാരെന്ന നിലയിൽ ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണല്ലോ. അപ്പൊ നമുക്ക് ആ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായി നിങ്ങൾ നൽകുന്ന സംഭാവനകൾ കൊണ്ട് തന്നെയാണ്. വീഡിയോ നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ വരുമാനം ഉണ്ടാകുന്ന ഒരു മാർഗം ആളുകൾ കുറെ റിപ്പോർട്ട് അടിച്ച് നമുക്ക് ഇല്ലാതാക്കി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ഇത് കാണുന്നവരോട് നമ്മൾ സഹായം ചോദിക്കുന്നത്. അപ്പൊ നല്ല രീതിയിൽ തന്നെ നമ്മളെ സാമ്പത്തികമായും അതുപോലെ വീഡിയോ കണ്ടും കമന്റ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ ഒരുപാട് പേര് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവരോടെല്ലാം നന്ദി പറയാണ്. തുടർന്നും ഇതൊന്ന് സോർട്ട് ചെയ്ത് സെറ്റ് ചെയ്യുന്നത് വരെ നിങ്ങളുടെ സംഭാവനകൾ പോലുള്ള സഹായം നമുക്ക് വേണം എന്ന് തന്നെയാണ് വീണ്ടും നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വിഷയത്തിലേക്ക് വരാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പറ്റി ഒന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ പേര് സുദർശൻ റെഡ്ഡി എന്നാണ്. അപ്പൊ നമുക്കറിയാം സുദർശൻ റെഡ്ഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ആ പേര് കേൾക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇദ്ദേഹം ഒരു ഹിന്ദുത്വവാദി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹിന്ദു ആയിരിക്കാം എന്നല്ലേ? അല്ല, ഇദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. ആന്ധ്രാപ്രദേശിലെ പല ആളുകളും ജഗൻമോഹൻ റെഡ്ഡി ഇതുപോലെ പേര് കൊണ്ടൊക്കെ ഇവര് പഴയ ഈ റെഡ്ഡി എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ജാതി പേരാണ്. അവരുടെ ആ ഒരു ഇതിൽ തന്നെയാണ് അവർ പേരുകളിൽ. പക്ഷേ അവരാരും ആ ഇതിൽ നിൽക്കുന്ന ആൾക്കാരല്ല, മറിച്ച് ഇവരെല്ലാം ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആയി ഞാൻ പറയുകയാണെങ്കിൽ ക്രിപ്റ്റോ ക്രിസ്ത്യാനികളാണ് എന്നത് പറയേണ്ടി വരും. ഇനി സുദർശൻ റെഡ്ഡിയെ കുറിച്ച് കുറച്ചുകൂടി നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു പഴയ സുപ്രീം കോടതി ജഡ്ജായിരുന്നു. സുപ്രീം കോടതി ജഡ്ജായിട്ടുള്ള ഒരു വ്യക്തിനെ വിരമിച്ചതിന് ശേഷം രാഷ്ട്രീയപരമായിട്ട് ഇതുപോലുള്ള പദവികളിൽ മത്സരിപ്പിക്കാമോ? ഇപ്പൊ ഇന്ത്യ സഖ്യത്തിനോട് അല്ലെങ്കിൽ കോൺഗ്രസിനോട് ചോദിച്ചാൽ അവർക്ക് മത്സരിപ്പിക്കാം. പക്ഷേ BJP ഇത് ചെയ്യുമ്പോൾ അവരാരോപിക്കുന്നത് ഈ BJP ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ഈ ആള് മുൻപ് ന്യായാധിപനായിരുന്നല്ലോ, ഇയാള് BJPയുടെ ആളായിരുന്നു അപ്പോഴും, അതുകൊണ്ട് അയാൾ ചെയ്ത വിധികളൊക്കെ BJPക്ക് അനുകൂലമായിരുന്നു. അപ്പൊ അതൊക്കെ റെലവന്റ് ആണോ? അതൊന്നും ശരിയല്ല എന്നാണ്. എന്നാൽ ഇന്ത്യ സഖ്യം ഇതുപോലൊരു വിരമിച്ച ജഡ്ജിയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമ്പോൾ ഇവർ പറയുന്ന പോലെ ഉള്ള ഒരു ലോജിക് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രീവിയസ് വിധികളും കോൺഗ്രസിന് അനുകൂലമായിരിക്കണം എന്ന് വേണ്ടേ നമുക്ക് കരുതാൻ? അദ്ദേഹത്തിന്റെ പ്രീവിയസ് വിധികളെ കുറിച്ച് ഞാൻ കുറച്ചും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമാകും. ഒന്നാമത്തേത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഭയ കേസ് നമ്മൾക്കറിയാം. കിണറ്റിൽ ഒരു കന്യാസ്ത്രീ മരിച്ചു കിടന്ന ഒരു സംഭവം, കേരളത്തെ നടുക്കിയ ഒരു സംഭവമാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഇങ്ങനെ സംഭവിക്കാമോ? ഇതാണ് അന്ന് ആളുകളുടെ എല്ലാം ഒരു ആരാധനാലയത്തിൽ ഇതാണ് ഒരു അവസ്ഥ എന്ന് പറഞ്ഞു ഭയന്നൊരു സംഭവം. അന്ന് ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തത് അതേ മഠത്തിൽ തന്നെ സിസ്റ്റർ സ്റ്റെഫിയെയും 2 അച്ഛന്മാരെയുമായിരുന്നു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ഇപ്പോഴും നിങ്ങൾ അഭയ കേസിന്റെ സ്റ്റാറ്റസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കേസ് തീരുമാനമായിട്ടില്ല. എവിടെ വരെയാണ് അത് വന്നു നിന്നത്? ഈ സിസ്റ്റർ സ്റ്റെഫി എന്ന് പറയുന്ന സിസ്റ്റർ മറ്റ് 2 അച്ഛന്മാരുമായി അവിഹിതമായിട്ടുള്ള, അതായത് ഇവർക്ക് ശരിക്കും പറഞ്ഞ പൗരോഹിത്യത്തിന്റെ ഭാഗമായിട്ട് ബ്രഹ്മചര്യം ഉണ്ടല്ലോ, അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് രഹസ്യമായി ഇവരുമായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നത് ഈ അഭയ കണ്ടുകൊണ്ടുവരികയും, അങ്ങനെ ഇതൊരു വലിയൊരു കാര്യമാണല്ലോ, പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ കൊല്ലുക എന്നൊരു സംഗതിയിലേക്കാണ് എത്തിയത് എന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയെങ്കിലും ഇത് പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല. എങ്ങനെ പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല? ഈ പ്രതികളായിട്ടുള്ള വ്യക്തികൾ വാ തുറന്ന് ഒരിക്കലും ഞങ്ങൾ ഇത് സമ്മതിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്കറിയാം എല്ലാ സ്ഥലത്തും എന്തൊക്കെ എവിഡൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പ്രതികൾ കുറ്റം സമ്മതിക്കണം എന്നൊരു സംഗതി ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് അവരുടെ അടുത്തുനിന്ന് മൊഴിയെടുക്കാൻ ഇത് ലോകത്തുള്ള എല്ലാ ആൾക്കാരും ചെയ്യുന്നതാണ്. നാർക്കോ അനാലിസിസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ പോളിഗ്രാഫ് ടെസ്റ്റ് ആയിക്കോട്ടെ, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചില രാസവസ്തുക്കൾ കുത്തിവെച്ചുകൊണ്ട് ഇവർ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഇവർക്ക് അറിയാം ഇവർ സെറ്റ് ചെയ്തതാണ്, ഞാനിത് പറഞ്ഞാൽ പെടും. പക്ഷെ അൺകോൺഷ്യസിൽ ഇവരിത് വിട്ടിട്ട് ഉള്ള കാര്യം പറയും. അപ്പൊ അങ്ങനെ പറയിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ടുള്ള അന്വേഷണ ഏജൻസികൾ എല്ലാം ഉപയോഗിക്കുന്നതാണ്. എന്നാൽ അഭയ കേസിൽ ഇത് അവിടം വരെ എത്തിയിട്ട് അവിടെ നിന്നൊരു സുപ്രീം കോടതി വിധി വന്നു. എന്താണ് വന്നത്? പ്രതികളുടെ അനുവാദമില്ലാതെ ഇത്തരം രാസപരിശോധനകൾക്ക് വിധേയമാക്കാൻ പാടില്ല എന്നൊരു വിധി വന്നു. അതോടുകൂടി അഭയ കേസ് അവിടെ നിന്നു. ഈ നിമിഷം വരെ അത് തീരുമാനമായിട്ടില്ല. ആ വിധി കൊടുത്ത സുപ്രീം കോടതി ജഡ്ജിയുടെ പേര് സുദർശൻ റെഡ്ഡി എന്നാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം നോക്കാം. ബസ്തർ ഏരിയ നമ്മൾ കുറച്ച് നാൾ മുമ്പ് കേട്ടില്ലേ, കന്യാസ്ത്രീകളുടെ അറസ്റ്റ്, നാരായൺപൂരി ചെന്നിട്ട് അവിടുത്തെ 2 പെമ്പിള്ളേരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ, 3 പെമ്പിള്ളേരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ വലിയ രീതിയിലുള്ള സീനായി. അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ ബസ്തർ ഏരിയ എന്ന് പറയുന്നത് നക്സലൈറ്റുകളെ കൊണ്ട് ഭയങ്കരമായിട്ട് ശല്യമുള്ള നോർത്തിലുള്ള ഏരിയ. ഏകദേശം 7ഓളം സംസ്ഥാനങ്ങളും ജില്ലകളിലും ഒക്കെ ആയിട്ട് ഇത് വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറയാം. നമുക്കറിയാം കോൺഗ്രസിന്റെ കാലത്ത് നക്സലുകളെ കൊണ്ട് പൊറുതിമുട്ടിയാണ് ഈ ജില്ലകളിലൊക്കെ ഉള്ള ആളുകൾ താമസിച്ചിരുന്നത്. കാരണം ഗ്രാമീണരെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. പറയുമ്പോഴത്തേക്ക് ഇവർ സിസ്റ്റത്തിനെതിരാണ്, ഗവൺമെന്റിനെതിരാണെന്നൊക്കെ പറഞ്ഞാലും
ശരിക്കും പറഞ്ഞാൽ ഇവര് കുറെ ആളുകൾക്കാണ് എതിര്, പാവപ്പെട്ട ആളുകൾക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇപ്പോഴും ഇവരെ കൊണ്ട് ഒരു തരത്തിലുള്ള ഒരു ബസ് പോലും വരാത്ത ഗ്രാമങ്ങളുണ്ട്. അപ്പൊ BJP കയറിയതിനു ശേഷമാണ് വലിയ രീതിയിൽ നക്സലുകൾക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവരൊന്ന് ഒതുങ്ങിയത്. അന്നത്തെ കാലഘട്ടത്തിൽ ഈ നാരായൺപൂർ ജില്ലയിലുള്ള ആൾക്കാർ എന്ത് ചെയ്തു, അവിടുത്തെ സർക്കാർ എന്ത് ചെയ്തു, അവിടുത്തെ ഗ്രാമീണരെ പരിശീലിപ്പിച്ചിട്ട് അവർക്ക് തോക്കും വാളും അതുപോലുള്ള ആയുധ പരിശീലനങ്ങൾ നന്നായിട്ട് നൽകിയിട്ട് ഒരു സംഘം ഉണ്ടാക്കി. നക്സലുകളെ നിങ്ങൾ ഉപദ്രവിക്കുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു ഉപദ്രവിച്ചോളുക, പ്രതിരോധിക്കാൻ വേണ്ടി വെടിവെച്ച് വേണമെങ്കിൽ കൊല്ലാം എന്ന രീതിയിൽ അവിടുത്തെ ഗവൺമെന്റ് ഒരു നിയമം പാസാക്കി. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു, സുപ്രീം കോടതിയിൽ ഒരു നക്സലുമായി ബന്ധമുള്ള ഒരു സ്ത്രീ നന്ദിനി സുന്ദർ അവരൊരു ഹർജി കൊടുത്തു. ഇത് മനുഷ്യാവകാശ ലംഘനമാണ്. നേരത്തെ അഭയുടെ കേസിലും അത് തന്നെയാണ്, മനുഷ്യാവകാശ ലംഘനം. ആർക്കാണ് മനുഷ്യാവകാശം ഉള്ളത്? പ്രതികൾക്ക്. അപ്പൊ അതുപോലെ തന്നെ ഇത് നക്സലുകളുടെ മനുഷ്യാവകാശ ലംഘനമാണ്. അങ്ങനെ ഗ്രാമീണർ വന്ന് നക്സലൈറ്റുകളെ അങ്ങ് വെടിവെച്ച് കൊല്ലാമോ? അത് മനുഷ്യാവകാശ ലംഘനമാണ്, അത് ഒരിക്കലും അനുവദിക്കരുത്. ഒരു സർക്കാർ ഇങ്ങനെ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുമെന്ന് പറഞ്ഞോടുകൂടി ഒരു സുപ്രീം കോടതി വിധി വന്നു. അത് പാടില്ല. ഇങ്ങനെ ഗ്രാമീണരെ പരിശീലിപ്പിച്ച് നക്സലുകൾക്കെതിരെ പോരാടാൻ പാടില്ല. ഈ ഒരു സംഭവം തന്നെ പാടില്ല. ഇത് ഇവിടെ നിർത്തിക്കോ. ആ വിധി നൽകിയ ജഡ്ജിയുടെ പേരും സുദർശൻ റെഡ്ഡി എന്ന് തന്നെയാണ്. ഇപ്പൊ മൊത്തത്തിൽ നിങ്ങളൊന്ന് നോക്കിക്കേ. ആദ്യത്തെ വിധിയിൽ പ്രതികൾക്കൊപ്പം, രണ്ടാമത്തെ വിധിയിൽ നക്സലുകൾക്കൊപ്പം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം നോക്കാം. ഈ ആർമിയിലുള്ള ജവാന്മാരുടെ മക്കൾക്ക്, അതിൽ ജീവൻ നഷ്ടപ്പെട്ട ജവാന്മാരെ നമുക്കറിയാലോ, നമ്മൾ ഭയങ്കര വിലപ്പെട്ട രീതിയിലാണ് ജീവൻ രാജ്യത്തിന് വേണ്ടി വിലയിഴിക്കുന്ന ജവാന്മാരെ രാജ്യം തന്നെ കാണുന്നത്, നമ്മൾ എല്ലാവരും കാണുന്നത്. അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടു പോയ ജവാന്മാരുടെ മക്കൾക്ക് ആർമി മെഡിക്കൽ കോളേജ് എക്സാമുകളിൽ എന്തെങ്കിലും ഒരു ഇളവ്, മാർക്കിൽ ഒരു ഇളവ്, അതായത് ഇപ്പൊ നമ്മളൊക്കെ പറയുന്ന പോലെ ഇത്ര ശതമാനം മാർക്കാണ് നോർമലി എടുക്കണ്ടെങ്കിൽ ഇവർ ഇത്രയും കുറച്ചെടുത്താൽ മതി, അങ്ങനെ ഒരു ഇളവ് കൊടുക്കാം എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അപ്പൊ ഉടനെ തന്നെ പ്രശാന്ത് ഭൂഷൺ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുണ്ട്. ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഉടനെ പൊതു താല്പര്യ ഹർജിയായിട്ട് പോകും. അയാൾ സുപ്രീം കോടതിയിൽ പോയി അങ്ങനെ ജവാന്മാരുടെ മക്കൾക്ക് അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ട ജവാന്മാരുടെ മക്കൾക്ക് എന്താണ് പ്രത്യേകത എന്ന രീതിയിൽ അവിടെ ചോദ്യം ചെയ്യപ്പെട്ടു. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു, ശരിയാണല്ലോ, എല്ലാവരുടെയും ജോലി പോലെ തന്നെ ജവാൻ ജോലി എടുത്തെങ്കിൽ ജവാന് പൈസ കിട്ടിയിട്ടുണ്ട്, ജീവൻ പോയെങ്കിൽ അതിന് പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് അല്ലാതെയുള്ള ആനുകൂല്യങ്ങളൊന്നും നൽകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു സംഗതി വേണ്ട എന്നൊരു വിധി വന്നു. ആ വിധി കൊടുത്ത ജഡ്ജിയുടെ പേരും സുദർശൻ റെഡ്ഡി എന്ന് തന്നെയാണ്. ഇവിടെ ആർക്കൊപ്പമാണ്? രാജ്യത്തിനൊപ്പമോ രാജ്യത്തിന്റെ താല്പര്യത്തിനൊപ്പമോ അല്ല, മറിച്ച് മനുഷ്യർക്കെതിരെ തന്നെയാണ്. എന്നാൽ പറയും, ബാക്കിയുള്ള ജവാന്മാരുടെ മക്കൾക്ക് എന്താണ് പ്രത്യേകത? അച്ഛനില്ലാത്ത മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അച്ഛനില്ലാത്ത മക്കൾക്ക് ജീവിതം എത്ര ദുസ്സഹമാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. 15ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചുപോയ ആളാണ് ഞാൻ. എന്റെ അമ്മ അവിടെ നിന്ന് എത്ര കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു ജവാന്റെ മകനും ഇതിൽ നിന്നും യാതൊരു രീതിയിലുള്ള വ്യത്യസ്തതയും ഉണ്ടാവാൻ പോകുന്നില്ല. അച്ഛനില്ലാത്ത മക്കളെ ഗവൺമെന്റ് കുറച്ചധികം കരുതണം എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു രാജ്യത്തിന് വേണ്ടി ജീവൻ നഷ്ടപ്പെട്ട ഒരു ജവാന്റെ മകനോട് ഇതാണ് ആ സുപ്രീം കോടതി കാണിച്ചത്. ആ സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ പേര് മറക്കാതിരിക്കുക, സുദർശൻ റെഡ്ഡി. ഇനി മൂന്നാമതൊരു കാര്യം പറയാം. മുരിങ്ങൂര് ധ്യാന കേന്ദ്രത്തിൽ 974 പേര് കൊല്ലപ്പെട്ടു എന്നും പറഞ്ഞൊരു വാർത്ത. ഞാനൊക്കെ അന്ന് കുഞ്ഞാണ്, നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണും. ഇപ്പൊ ധർമ്മസ്ഥലയുടെ കാര്യമൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ. ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ട് ഒരു ആരാധനാലയം എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നില്ല? ആരാധനാലയം ആയതുകൊണ്ട് എന്തും സംഭവിക്കാമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കണം. മുരിങ്ങൂര് എന്ന് പറഞ്ഞ ഇവിടെ എപ്പോഴത്തെ തൃശ്ശൂര, അവിടെ 974 പേര് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞൊരു കേസ് വന്നു. വിൻസെന്റ് എം പോളാണ് ആ കേസ് അന്വേഷിച്ചത്. അതിന് ആധാരമായത് ആദ്യം കണ്ണൂർ ജയിലിൽ നിന്നും ജില്ലാ ജഡ്ജിക്ക് ഒരു സ്ത്രീ കത്തെഴുതി, ഞാൻ ഗർഭിണിയാണ്, ഞാൻ ഗർഭിണിയാകാൻ കാരണം മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ ഒരു വൈദികനാണ്, അതിനെപ്പറ്റി എതിർത്ത് സംസാരിച്ച് ഈ കാര്യം പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ മോഷണ കേസ് ചുമത്തി എന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടെ ഇട്ടിരിക്കുകയാണ്, എനിക്ക് നീതി വേണം എന്ന് പറഞ്ഞിട്ട്. ഇദ്ദേഹം ഹൈക്കോടതിയിൽ എത്തിയതിനു ശേഷം ഇത് അന്വേഷണ ഏജൻസികൾക്ക് കൊടുത്തു. വിൻസെന്റ് എം പോൾ ഇതിന്റെ പേരിൽ അന്വേഷണം നടത്തിയിട്ട് 974 പേര് അവിടെ മരിച്ചു എന്നത് തെളിയിച്ചു. അദ്ദേഹത്തെ പറ്റി ഒരാൾക്കും ഒരു റിമാർക്സും പറയാനില്ല. DGP വരെയായ വ്യക്തിയാണ് അദ്ദേഹം. അത്ര ക്ലിയർ ആയിട്ട് കേസ് അന്വേഷിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത് അവയവക്കടത്ത് പോലുള്ള കാര്യങ്ങൾ വരെ ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. മരിച്ചവരിൽ എല്ലാവരും തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികളുമാണ്. എന്നിട്ട് ഈ കേസ് എവിടെ എത്തി? ഒരു ആരാധനാലയത്തിനെതിരെ യാതൊരു രീതിയിലുള്ള കേസും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് മരവിപ്പിച്ചു. ആ കേസ് മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് മരവിപ്പിച്ചു. അതുകൂടാതെ വല്ല കത്തും ഒക്കെ വന്നു കഴിഞ്ഞ് ഇനി മേലെ അന്വേഷിക്കാൻ പാടില്ല എന്നും കൂടെ പറഞ്ഞു. സുപ്രീം കോടതിയിൽ ഈ മുരിങ്ങൂരിലുള്ള അച്ഛന്മാരാണ് ഹർജിയായിട്ട് പോയത്. വിധി കൊടുത്ത ജഡ്ജിയുടെ പേര് സുദർശൻ റെഡ്ഡി. ഒറ്റ കാരണം ഉണ്ടായിരുന്നുള്ളൂ, മുരിങ്ങൂർ ഒരു ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രമാണ്. ഒരു ധ്യാനകേന്ദ്രത്തിനെതിരെ, ഒരു ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിനെതിരെ എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാം എന്നാണ് അദ്ദേഹം വന്ന് ചോദിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ കോടതിയുടെ പ്രാധാന്യം എന്താ? ഏറ്റവും അവസാനമായിട്ട് നീതി പുലരും എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ജനതയും ഉറ്റുനോക്കുന്നത് സുപ്രീം കോടതി ജഡ്ജിയിലേക്ക്. ആ പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ 974 പേർക്ക് നീതി ലഭിച്ചില്ല. ആ മരണങ്ങളെല്ലാം തീർന്നു. ഇനി ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി പറയാം. ഭോപ്പാൽ വിഷവാതക ദുരന്തം. അതിനെ പറ്റിയിട്ട് ഒരു സീരീസ് തന്നെ ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ കിടപ്പുണ്ട്. അത് മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് കാണുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എത്ര ഭീകരമായിട്ടാണ് ആ ഒരു സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളത് ആ സീരീസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 17,000 പേരാണെന്ന് ശ്വാസം കിട്ടാതെ വിഷപ്പുക ശ്വസിച്ച് ഇന്ത്യയിൽ മരിക്കേണ്ടി വന്ന പാവപ്പെട്ട ആൾക്കാർ. വീട്ടിൽ കിടന്നുറങ്ങിയിരുന്ന കുഞ്ഞു മുതൽ റോഡിൽ ജോലി എടുത്തുകൊണ്ടിരുന്ന ആളുകൾ വരെ എല്ലാവരും. ആ കമ്പനി അത്രയ്ക്കും എന്താ പറയാ, ഒട്ടും ഉത്തരവാദിത്തം ഇല്ലാതെയാണ് ആ വാതകത്തിന്റെ ചോർച്ച ഉണ്ടെന്ന് അറിഞ്ഞിട്ടും കൈകാര്യം ചെയ്തത്. അതുകൊണ്ടാണ് ഇത്ര വലിയ ഒരു അപകടം അവിടെ ഉണ്ടായത്. ഈ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഈ കമ്പനിനെ നല്ല രീതിയിൽ ഇന്ത്യയിൽ ശിക്ഷിക്കണം, ഒരു അമേരിക്കക്കാരന്റെ കമ്പനിയാണ്, ശിക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അന്ന് സുപ്രീം കോടതിയിൽ കേസ് പോയി. നഷ്ടപരിഹാരം ഒന്നും വേണ്ട, ഉള്ളതൊക്കെ മതി എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതേ ജഡ്ജി സുദർശൻ റെഡ്ഡി അത് കൂടാതെ ഈ കമ്പനിയുടെ ഓണറായ അമേരിക്കക്കാരനെ
ഇന്ത്യയിൽ നിന്നും വിട്ടുകൊടുക്കണ്ട എന്ന് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടും അത് കുഴപ്പമില്ല, അയാൾ പൊക്കോട്ടെ, പിന്നെ കേസ് വിളിക്കുമ്പോൾ വന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അയാളെ വിട്ടയച്ചു. ഈ നിമിഷം വരെ അയാൾ തിരിച്ചു വന്നിട്ടില്ല. 17,000 പാവപ്പെട്ട ഇന്ത്യക്കാരുടെ ജീവന് പുല്ലുവില. അന്ന് ഗവൺമെന്റ് നല്ല രീതിയിൽ കളിച്ചായിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രിയുടെ പേര് നിങ്ങൾ അറിയും, രാജീവ് ഗാന്ധി. നിങ്ങൾ ധാർമ്മികതയെ പറ്റി പറയുന്നു, നിങ്ങൾ മനുഷ്യത്വത്തെ പറ്റി പറയുന്നു. ഇതെല്ലാം വിധിച്ച ജനങ്ങൾക്കെതിരെ ഇത്രയധികം വിധി വിധിച്ച നിങ്ങൾക്ക് തോന്നില്ല ഇത് എന്ത് വിധിയാണെന്ന്? ആ വ്യക്തിയാണ് ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. അദ്ദേഹം ജയിക്കേണ്ടതായിരുന്നു ധാർമ്മികത. അദ്ദേഹം ജയിച്ചാൽ ഈ 974 പേരുടെ ആത്മാവ് ചോദിക്കില്ലേ? ഈ 17,000 പേരുടെ ആത്മാവ് ചോദിക്കില്ലേ? നക്സലുകളാൽ കൊല്ലപ്പെട്ട ഓരോ വ്യക്തിയുടെയും ആത്മാവ് ചോദിക്കില്ലേ? അഭയുടെ ആത്മാവ് ചോദിക്കില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ത്യയിൽ നീതിന്യായ വ്യവസ്ഥ അത് കൃത്യമായി മുന്നോട്ട് പോകേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. ഈ കോടതികൾ ഇങ്ങനത്തെ വിധി പ്രസ്താവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേറെ വഴിയില്ല, ദൈവം അല്ലാതെ വേറൊരു മാർഗം ഒരു സാധാരണക്കാരനില്ല എന്ന അവസ്ഥയിലായിരുന്നു. ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി നടന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ, എന്റെ അച്ഛൻ എന്റെ അമ്മൂമ്മ രാജ്യത്തിന് വേണ്ടിയാണോ മരിച്ചത്? ഞാൻ ചോദിക്കട്ടെ, LTT-കാരോട് പോയി ചൊറിഞ്ഞ് ഇത്രയും വലിയൊരു പണി മേടിച്ചെടുക്കാൻ ഇന്ത്യക്കാർ പറഞ്ഞോ? ഞങ്ങൾ എന്താ പഠിച്ചത്? രാജീവ് ഗാന്ധിയുടെ മരണത്തിൽ ഏത് ഇന്ത്യക്കാരനാണ് ഉത്തരവാദി? അന്ന് പറഞ്ഞേ. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി സിഖുകാരോട് പോയി ചൊറിയാൻ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? നിങ്ങളൊക്കെ നിങ്ങളെടുത്ത മോശം തീരുമാനങ്ങളുടെ ഫലമായിട്ടാണ് മരണപ്പെട്ടത്. അതിന് ഞങ്ങൾ അനുഭവിക്കണോ? ഇനിയും അനുഭവിക്കണോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഈ CP രാധാകൃഷ്ണനെ പറ്റി നോക്കാം. അയാൾ ഒരു BJP-കാരനാണ്, ഒരു RSS-കാരനാണ്, പ്രോ BJP പ്രോ RSS എന്ന് തന്നെ പറയാം. തമിഴ്നാട്ടുകാരനാണ്. തമിഴ്നാട്ടിൽ ഇതുപോലുള്ള മതപരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതേപോലെ തന്നെ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അതിനൊക്കെതിരെ പ്രവർത്തിച്ചതാണ്. ആർക്കൊക്കെ അറിയാം? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസം അല്ലെങ്കിൽ ജസ്റ്റ് CP രാധാകൃഷ്ണൻ എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ആ വിക്കിപീഡിയയിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണും. എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഞാൻ പൊലിപ്പിച്ച് പറയുന്നൊന്നുമല്ല, വിക്കിപീഡിയ നോക്കിയാൽ തന്നെ കാണാം എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ. അപ്പൊ സത്യത്തിൽ ഉപരാഷ്ട്രപതിയായിട്ട് ആര് ജയിക്കുന്നതാണ് ധാർമ്മികത എന്നാണ് ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ഞാൻ പറയുന്നത് CP രാധാകൃഷ്ണൻ ജയിച്ചത് തന്നെയാണ് ധാർമ്മികത. ജനങ്ങൾക്കെതിരെ, മരിച്ചുപോയി ഇത്രയും പാവപ്പെട്ട ജനങ്ങൾക്കെതിരെ ഇങ്ങനെയൊക്കെ വിധി പ്രസ്താവിച്ച ഒരു വ്യക്തി ഏത് രീതിയിലാണ് നല്ല ധാർമ്മികതയുള്ള വ്യക്തിയാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് കോൺഗ്രസ് നിങ്ങൾ പറയുന്നത്? ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്ന ലോജിക് അനുസരിച്ചാണെങ്കിൽ ഇദ്ദേഹം ഈ പ്രസ്താവിച്ച വിധികളെല്ലാം അന്ന് നിങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ലേ? അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ടിക്കറ്റിൽ ഇപ്പോൾ അയാൾ മത്സരിക്കുന്നത്. BJP ചെയ്യുമ്പോൾ മാത്രം ഇത് അങ്ങനെയാണല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ ഇരട്ടത്താപ്പ് എന്താണെന്ന്. ഇവിടെ ഞാൻ ക്രിപ്റ്റോ ക്രിസ്ത്യാനികളെ പറ്റിയും കൂടി കുറച്ച് കാര്യമായി പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ക്രിസ്ത്യാനിത്വത്തിലേക്ക് മതം മാറ്റുന്നു അല്ലെങ്കിൽ വലിയ രീതിയിൽ പരിവർത്തനം നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ ഇതുപോലെ കാസ്റ്റ് വൈസ് പല രീതിയിലുള്ള വിഭജിച്ച് കിടക്കുന്ന ഒരു സമൂഹം തന്നെയാണ് ക്രിസ്ത്യാനികളുടെ. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ എടുത്തിയാടി ചെന്ന് ഏതൊരു കാസ്റ്റിലും അംഗത്വം നേടാനൊന്നും പറ്റില്ല. അതായത് ക്രിപ്റ്റോ ക്രിസ്ത്യാനികളെ ഉണ്ടാക്കുന്നത് ചില പ്രത്യേക സഭകളാണ്. അത് ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ക്രിസ്ത്യാനികളും ഇങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു കത്തോലിക്ക സഭയിലേക്ക് ഒരു ഹിന്ദു ആയിട്ടോ മുസ്ലിം ആയിട്ടോ നിൽക്കുന്ന ഒരു കുടുംബത്തിന് മതം മാറി വരിക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുപോലെ തന്നെ ഒരു യാക്കോബായ സഭയിൽ വരാൻ പറ്റില്ല, ഒരു മാർത്തോമായ സഭയിൽ വരാൻ പറ്റില്ല, ഒരു ജ്ഞാനായക്കാരായിട്ട് വരാൻ പറ്റില്ല. ഇതിനൊക്കെ എന്താ വേണ്ടത്? പണ്ട് പറ്റുമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ഇപ്പോ അത് ബ്ലഡ് ആണ്, പ്യുവർ ബ്ലഡ് എന്ന് പറയും. ജ്ഞാനായക്കാരൊന്നും ഒരു രീതിയിലും അടുപ്പിക്കില്ല. അവർക്കൊക്കെ ഭയങ്കരമായിട്ട് പാരമ്പര്യത്തിൽ മാത്രമാണ് അവരൊക്കെ ക്രിസ്ത്യാനികളായിട്ട് വരുന്നത്. യാക്കോബായക്കാർ അങ്ങനെ തന്നെ, മാർത്തോമക്കാർ അങ്ങനെ തന്നെ, ഞാൻ കണ്ടിടത്തോളം കത്തോലിക്കക്കാരും അങ്ങനെ തന്നെയാണ്. ഞാൻ ലാറ്റിൻ സഭയിലാണ് ഉണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ഓൾമോസ്റ്റ് ഞാൻ കണ്ടിടത്തോളം അങ്ങനെ തന്നെയാണ്. എന്നാൽ നിങ്ങൾക്ക് കൺവേർട്ട് ആയിട്ട് വരാൻ പറ്റും. എങ്ങോട്ടേക്കാ വരാൻ പറ്റുക? CSA-കാര് കൺവേർഷൻ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ ഇവാഞ്ചലിക്കൽ സഭക്കാർ കൺവേർഷൻ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്. പെന്തക്കോസ്ത വിഭാഗക്കാർ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ ആന്ധ്ര എന്നൊക്കെ പറയുന്നത് വലിയ രീതിയിൽ മതപരിവർത്തനം നടത്തപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇത് വലിയ രീതിയിൽ ഒരു ക്യാൻസർ പോലെ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടത്, ഒരു പാസ്റ്ററുടെ കുട്ടി മരിച്ചു. കാരണമായിട്ട് അയാൾ പറഞ്ഞത്, ബന്ധക്കോസ്തക്കാര് പറയുന്ന ഒരു വാക്ക് തന്നെയാണ്, യേശു പറഞ്ഞിട്ടുണ്ട് അത്രേ, ചികിത്സയൊന്നും വേണ്ട, പ്രാർത്ഥിച്ചു മാറ്റി. എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്കറിയാത്ത വേറെ യേശു ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ഞാൻ അറിഞ്ഞ യേശു പറഞ്ഞിട്ടുള്ളത് രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമാണ്. വൈദ്യനെ കൊണ്ട് ആവശ്യം ഉണ്ടെന്നാ പറഞ്ഞ, ആവശ്യം ഇല്ലെന്നല്ല. വൈദ്യന്മാരെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനുവേണ്ടി തന്നെ. അപ്പൊ ഇത്തരം പൊട്ടത്തരങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലടക്കം ഇടപെട്ട്, രാഷ്ട്രീയത്തിൽ ഇവർ ഇടപെടുന്നുണ്ട്. കാരണം ഇവർക്കെല്ലാം ഈ പറയുന്ന ആളുകളെല്ലാം നമ്മൾ പുറമേ നോക്കുമ്പോൾ ഇവരാരും ക്രിസ്ത്യാനികളല്ല. പേര് പോലും മാറ്റില്ല. എന്തുകൊണ്ടാണ് പേര് മാറ്റാത്തതെന്നും കൂടി നിങ്ങൾ ആലോചിക്കണം. കാരണം ഈ ഇവർക്ക് വരുന്ന ബാക്കി സംവരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഗവൺമെന്റ് വൈസിൽ പേരൊക്കെ മാറ്റി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട്, കാരണം എനിക്കറിയാവുന്ന ഒരു സംഗതി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഫാമിലിയിൽ എനിക്ക് കുറച്ച് തമിഴ്നാട്ടിൽ കുറച്ച് ബന്ധുക്കളുണ്ട്. എന്റെ ഫാമിലിയിലുള്ള കുറച്ച് പേര് CSI-ലാണ്. ഇതില് CSI നാടാർ എന്ന് പറഞ്ഞിട്ടൊരു ടീം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെ CSI നാടാർ എന്ന് പറയുന്നത്? നാടാർ എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുവിലുള്ള ഒരു കാസ്റ്റ് ആണ്. അതെങ്ങനെ CSI-ലേക്ക് വരുന്നത്? ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇതിനെ കാസ്റ്റ് ചുമന്നുകൊണ്ട് വരുന്നത്? പക്ഷെ അവർ ചുമന്നുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ സംഗതികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇവരെയാണ് നമ്മൾ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. ഇവർ പുതിയ കുറെ ആൾക്കാരാണ്. ആന്ധ്ര വളരെ വേഗത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന്റെ ഒരു ഇര തന്നെയാണ് സത്യം പറഞ്ഞ ഈ സുദർശൻ റെഡ്ഡി. ഇന്ത്യ സഖ്യം ഇതിനിപ്പോ വെഞ്ചാമരം വീശിക്കൊണ്ടാണ് ഇരിക്കുന്നത്. എന്താണ് ഇതിന്റെ ആവശ്യം? ഞാൻ ചോദിക്കുന്നത് അതാണ്. ഒരു മനുഷ്യനെ നിർബന്ധിതമായിട്ട് മതപരിവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ ഒന്നും ചെയ്യരുത് എന്ന രീതിയിൽ ഈ പറയുന്ന എല്ലാ കന്യാസ്ത്രീകളായിക്കോട്ടെ, മതം മാറ്റാൻ നടക്കുന്ന എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നത് ഇവരാണെന്നേ.
അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഇന്ത്യയിൽ ഒരാൾ ഇഷ്ടപ്പെട്ട് മതം മാറാനേ പറ്റുള്ളൂ, അതും പറ്റണിടത്തേക്കേ മതം മാറാൻ പറ്റൂ. അതാ ഞാൻ പറഞ്ഞേ. അല്ലാതെയുള്ള ഈ പറയുന്ന എനിക്കിപ്പോ മാർത്തോമക്കാരി ആവണം എന്നും പറഞ്ഞുകൊണ്ടൊന്നും പോയൊന്നും നടക്കില്ല. അല്ലെങ്കിൽ ഞാൻ അതിലുള്ള ആളെ ഞാൻ വിവാഹം കഴിക്കണം, അങ്ങനെയാണെങ്കിൽ എനിക്ക് മാറി വരാൻ പറ്റും, പെണ്ണിന് മാറാൻ പറ്റും. ഇതൊക്കെ ലീഗലി ഇവിടെയുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവരും മതം മാറ്റുന്ന ആളുകളല്ല, പക്ഷെ മതം മാറ്റുന്ന ആളുകൾക്കെതിരെ നമ്മൾ പ്രവർത്തിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം ഒരു ഹിന്ദു തീവ്രവാദമായാലും ഒരു മുസ്ലിം തീവ്രവാദമായാലും നമുക്ക് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെയൊക്കെ പ്രവർത്തികളിലൂടെ അവരിതാണെന്ന് പറഞ്ഞിട്ട് തന്നെ അവരൊന്നും അവരുടെ ഐഡന്റിറ്റി അവരുടെ ജാതി മതം മറച്ചു വെച്ചിട്ടല്ല അത് ചെയ്യുന്നത്. പക്ഷെ ഇവരോ പുറമേന്ന് നോക്കുമ്പോൾ ഇവര് ക്രിസ്ത്യാനികളാണോ? ഇവരുടെ പേര് കേട്ടാൽ അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനം കേട്ടാൽ ഇവർ ക്രിസ്ത്യാനികളാണോ? അല്ല. എന്നാൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന, രാജ്യത്തിനകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻസറാണ്. ആരാണ് ഈ ക്യാൻസറിന് വളം വെച്ച് കൊടുക്കുന്നത്? അതാണ് ഇന്ത്യ സഖ്യം. ഇപ്പൊ വോട്ട് ചോരി എന്ന് പറഞ്ഞ് നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസിൽ തന്നെയുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ വോട്ട് ചോരി സംഭവത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് CP രാധാകൃഷ്ണൻ അവർ മാറ്റിക്കുത്തിയിരിക്കുന്നത്. ധാർമ്മികപരമായി യാതൊരു രീതിയിലുള്ള മൂല്യച്യുതിയും ഇവിടെ സംഭവിച്ചിട്ടില്ല. ധാർമ്മികപരമായി ആരാണോ ജയിക്കേണ്ടാത്തത് അയാൾ തോറ്റുപോയി, അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പോ CP രാധാകൃഷ്ണന് എല്ലാവിധ അഭിവാദ്യങ്ങളും. ഇന്ത്യ മുന്നോട്ട് തന്നെ പോട്ടെ. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.